ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളം പാരഗ്രാഫ് എങ്ങനെ എളുപ്പത്തിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നതാണ്. പലർക്കും ഓരോ വേർഡും ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷേ അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ട്രാൻസ്ലേഷൻ എന്നത് വേർഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതല്ല, ഐഡിയാസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. ഇതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ്. ആദ്യം പാരഗ്രാഫ് മുഴുവൻ വായിക്കുക. ഓരോ സെന്റൻസിന്റെയും മീനിങ് മനസ്സിലാക്കുക. ഉദാഹരണത്തിന്, ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്തിനൊപ്പം മാർക്കറ്റിൽ പോയി. ഇത് വായിച്ചാൽ ആദ്യം മനസ്സിലാക്കേണ്ട ഐഡിയ എന്താണ്? യെസ്റ്റർഡേ ഐ വെന്റ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് സെന്റൻസ് എന്താണ്? ഐ വെന്റ് ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ഫൈൻഡ് ദ ടെൻസ്. ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെൻസ് ആണ്. ഇന്നലെ എന്ന് കണ്ടാൽ സാധാരണ പാസ്റ്റ് ടെൻസ് ആണ്. നാളെ എന്ന് കണ്ടാൽ ഫ്യൂച്ചർ ടെൻസ്. എല്ലാ ദിവസവും എന്ന് കണ്ടാൽ പ്രസന്റ് ടെൻസ്. അവൾ എല്ലാ ദിവസവും പുസ്തകം വായിക്കുന്നു. ഷീ റീഡ്സ് എ ബുക്ക് എവ്രി ഡേ. ഡോണ്ട് ട്രാൻസ്ലേറ്റ് വേർഡ് ബൈ വേർഡ്. ഇതാണ് ഏറ്റവും കോമൺ മിസ്റ്റേക്ക്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു സ്റ്റഡി ഇംഗ്ലീഷ് ടു മീ. ഇതാണ് ഡിറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്നത്. ഇറ്റ് ഈസ് റോങ്. എന്താണ് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേഷൻ? ഐ ലൈക്ക് ലേണിംഗ് ഇംഗ്ലീഷ്. എപ്പോഴും നാച്ചുറൽ ഇംഗ്ലീഷ് സെന്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് പറയുന്ന രീതിയിൽ സെന്റൻസ് എഴുതണം. പ്രാക്ടീസ് പാരഗ്രാഫ്. രവി ഒരു നല്ല വിദ്യാർത്ഥിയാണ്. അവൻ എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു. അവൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്റെ പാഠങ്ങൾ പഠിക്കും. അതുകൊണ്ട് അവൻ പരീക്ഷയിൽ നല്ല മാർക്ക് നേടുന്നു. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക? രവി ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്. ഹി വേക്സ് അപ്പ് ഏർലി എവറി മോർണിംഗ്. ഹി സ്റ്റഡീസ് ഹിസ് ലെസൺസ് ബിഫോർ ഗോയിങ് ടു സ്കൂൾ. Therefore, he gets good marks in his examination. ട്രാൻസ്ലേഷൻ പഠിക്കാൻ ഒരു മാജിക് ഫോർമുല ഇല്ല. ദിവസവും ഒരു ചെറിയ പാരഗ്രാഫ് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ആദ്യം മീനിങ് മനസ്സിലാക്കുക, ടെൻസ് കണ്ടെത്തുക, പിന്നെ നാച്ചുറൽ ഇംഗ്ലീഷ് സെന്റൻസ് എഴുതുക. ദിവസവും 10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്കും മലയാളം പാരഗ്രാഫ്സ് ഇംഗ്ലീഷിലേക്ക് വളരെ എളുപ്പത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ട്രാൻസ്ലേഷൻ ലെസൺസ്.